Okay, so first we'll look into an introduction to Robert Frost. Okay, so Robert Frost was born on March 26, 1874 and died on January 29, 1963. So he is an American poet and he was born in San Francisco, California. So he was taken at the age of 10 to the New England farm country, of which his poetry was to be so deeply expressive. So അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു കുറച്ച് സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിരുന്നത് ഈ ഒരു ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു കൺട്രി സൈഡിലായിട്ടാണ്. അപ്പോൾ ആ ഒരു കൺട്രീസ് അദ്ദേഹത്തിൻ്റെ പോയങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു റൂറൽ അമേരിക്കനെ കുറിച്ചൊക്കെ നമുക്ക് റൂറൽ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ പോയംസ് ഉണ്ടല്ലോ, അതിലൊക്കെ തന്നെ ഒരു റൂറൽ അമേരിക്കയുടെ ഒരു സെറ്റിംഗ് ആണ് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പോയറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ആ ഒരു സെറ്റിംഗ് തന്നെയാണ്. ഓക്കെ, then he spent some time at both Dartmouth College and Harvard but left to teach, edit a country paper, learn to make shoes and to farm. സോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയാണ് കുറേ കാലം സ്പെൻഡ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ കോളേജസിലൊക്കെ പോയിട്ട് പകുതിക്ക് വെച്ച് തിരിച്ചു വരുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ മാഗസിൻ, ജേർണൽസ്, അങ്ങനെ ന്യൂസ് പേപ്പർ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷൂസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ കുറേ കാലം സ്വന്തമായിട്ട് ഒരു ഫാം നോക്കി നടത്തിയിട്ടുണ്ട്. ഒത്തിരി കാലം ഒരു ഫാം മാനേജ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിനുശേഷം ഇൻ 1912 ഹി കെയിം ടു ഇംഗ്ലണ്ട് വിത്ത് ഹിസ് വൈഫ് ആൻഡ് ഫാമിലി. അപ്പോൾ ആ ഫാമിലി ജീവിച്ചിരുന്ന കാലമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഹി വുഡ് വേക്കപ്പ് ഇൻ ദ മോർണിംഗ്, ഹി വുഡ് റൈറ്റ് പോയംസ്, ദെൻ ഹി വുഡ് ഗോ ആൻഡ് ഡു ദ ഫാമിങ്. അങ്ങനെയായിരുന്നു ആളുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ മീറ്റ് ചെയ്യുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഈ 1912 എന്ന് പറയുന്ന ആ ഒരു ടൈമിലൊക്കെ ഫസ്റ്റ് വേൾഡ് വാർ അല്ലേ, 1912 ഏതൊരു വേൾഡ് വാറാണ്, ഫസ്റ്റ് വേൾഡ് വാർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഹി വെൻറ്റ് ബാക്ക് ടു ഇംഗ്ലണ്ട്, തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇവർ മൈഗ്രേറ്റ് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലോട്ട് വന്നവരാണ്. പിന്നീട് അവർ 1912 ഒക്കെ ആകുമ്പം ഇവർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു വിത്ത് ഹിസ് ഫാമിലി ആൻഡ് വൈഫ്. ആൻഡ് അവിടെ വെച്ചാണ് ഹി പബ്ലിഷ്ഡ് ഹിസ് ഫസ്റ്റ് വോളിയം ഓഫ് പോയംസ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് പോയംസ് അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് അവിടെ വെച്ചാണ്. സോ ആ പോയമാണ് എ ബോയ്സ് വിൽ, that is published in 1930, then and North of Boston, that is published in 1940. സോ ഈ പോയംസിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഫേമസ് പോയംസ് ആയ മെൻഡിങ് വാൾ, ഡെത്ത് ഓഫ് ദ ഹയേർഡ് മാൻ തുടങ്ങിയ പോയംസ് എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ പോയം ഹോം ബറിയലും ഇറ്റ് ഈസ് ഫസ്റ്റ് appeared in the collection North of Boston, that is published in 1914. 1914 നോർത്ത് ഓഫ് ബോസ്റ്റൺ എന്ന് പറയുന്ന കളക്ഷനിലാണ് ഹോം ബറിയലും ആദ്യമായിട്ട് അപ്പിയർ ചെയ്ത് വരുന്നത്. ഓക്കെ, then while he was in England he made some important acquaintances like Edward Thomas, T. Hume, Ezra Pound. അങ്ങനെ കുറേ അക്വൈൻറ്റൻസസിനെയൊക്കെ അദ്ദേഹം പരിചയപ്പെടുന്നുണ്ട്. എഡ്വേർഡ് തോമസ് അദ്ദേഹത്തിന് ഒത്തിരി ഇൻസ്പയർ ചെയ്ത ഒരു പോയിറ്റാണെന്ന് പറയുന്നു. ഓക്കെ, then upon his return to New England in 1915 he settled in New Hampshire and continued to write poetry, supporting himself by successive teaching appointments in several colleges. സോ തിരിച്ചു വരുന്നു, അമേരിക്കയിൽ തിരിച്ചു വന്നു, ന്യൂ ഹാംഷെയറിൽ സെറ്റിൽഡ് ആവുന്നു. ദെൻ ഈ കണ്ടിന്യൂ ടു റൈറ്റ് പോയിട്രി. അതേപോലെ തന്നെ കോളേജുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ലെക്ചേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട് പോയി അദ്ദേഹം സ്വന്തമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തത്. സോ ഹിസ് മേജർ വോളിയൂംസ് ഓഫ് പോയംസ് ആർ ദ മൗണ്ടൻ ഇൻ്റർവെൽ, 1916 പബ്ലിഷ് ചെയ്ത കളക്ഷനാണ് മൗണ്ടൻ ഇൻ്റർവെൽ. ആ കളക്ഷനിലാണ് ബീച്ചസ് എന്ന് പറയുന്ന പോയം ഉള്ളത്. റോഡ് നോട്ട് ടേക്കണും ആ ഒരു കളക്ഷനിലാണുള്ളത്. പിന്നെ അനദർ കളക്ഷൻ ഈസ് ന്യൂ ഹാംഷെയർ 1923, collected poems in 1930, A Witness 3 that is published in 1942, and In the Clearing that is published in 1962. And he is the only poet to receive 4 Pulitzer Prizes for poetry.
പോയട്രിക്ക് 4 പുലിറ്റ്സർ പ്രൈസസ് ലഭിച്ചിട്ടുള്ള ഒരേ ഒരു പോയറ്റ് എന്ന് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ആൻഡ് അഗെയിൻ ഇൻ 1960 ഹി വാസ് അവാർഡഡ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ ഫോർ ഹിസ് വർക്ക് ഇൻ പോയട്രി. അദ്ദേഹത്തിൻ്റെ പോയട്രി ആയിട്ട് ബന്ധപ്പെട്ട വർക്കിനാണ് അദ്ദേഹത്തിന് ഈ ഒരു US കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന മെഡൽ ലഭിക്കുന്നത് ഇൻ 1960 for his in recognition of his poetry which has enriched the culture of the United States and the philosophy of the world. ആ ഒരു അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി ഹൗ ഇറ്റ് എൻറിച്ച് ബോത്ത് ദ കൾച്ചേഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദ വേൾഡ്, ആ പോയട്രിയുടെ ഒരു പോയട്രീനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1960 ഹി വാസ് അവാർഡഡ് ദിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രഷണൽ ഗോൾഡ് മെഡൽ. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് ലൈഫ് ഒരു കാര്യങ്ങൾ എന്ന് പറയാൻ. ദെൻ ഹി വാസ് നോൺ ഫോർ ഹിസ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻസ് ഓഫ് റൂറൽ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റിങ്ങിൽ റൂറൽ ലൈഫിൽ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. ദെൻ നോൺ ഫോർ ഹിസ് ബ്ലെൻഡ് ഓഫ് കൊളോക്കിയൽ ആൻഡ് ട്രഡീഷണൽ ഇൻ ഹിസ് വേഴ്സ്. അദ്ദേഹത്തിൻ്റെ വേഴ്സസ് ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കൊളോക്കിയൽ, ഒരു കോൺവേഴ്സേഷണൽ, ഒരു ടോണും ഒരു മോഡും ഒക്കെ ഉള്ളതാണ്. ലൈക്ക് ചില പോയിന്റ്സ് ഒക്കെ ട്രഡീഷണൽ ആണ്, റൈം സ്കീമും അങ്ങനെയുള്ള ട്രഡീഷണലി അത് ഫോളോ ചെയ്യുന്നുണ്ട്. ചിലതിനകത്ത് ഇതേപോലെ തന്നെ ഒരു കൊളോക്കിയൽ ആസ്പെക്റ്റും ഒരു കോൺവെർസേഷണൽ ആസ്പെക്റ്റും അങ്ങനെ അത് തമ്മിലുള്ള ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. അതിനൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ഒന്ന് റൂറൽ ലൈഫിൻ്റെ ഡിപ്പിക്ഷൻ, പിന്നെ ഈ ഒരു കൊളോക്കിയൽ കോൺവെർസേഷണൽ സ്റ്റൈല്, അല്ലാന്നുണ്ടെങ്കിൽ ദിസ് ബ്ലെൻഡ് ഓഫ് കൊളോക്കിയൽ ആൻഡ് ട്രഡീഷണൽ സ്റ്റൈല്, പിന്നെ നേച്ചറിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്, നാച്ചുറൽ വേൾഡിനോടുള്ള അദ്ദേഹത്തിൻ്റെ റെസ്പോൺസ്. ലൈക്ക് ഹി വാസ് കൺസിഡേർഡ് ആസ് ആൻ ഹെയർ ടു ബോത്ത് വേർഡ്സ്വർത്ത്. ലൈക്ക് ഒരു റൊമാൻറ്റിക് കാര്യങ്ങളിൽ വേർഡ്സ്വർത്ത് എമേഴ്സൺ. അതേപോലെ റൊമാൻറ്റിസിസം, ട്രാൻസെൻഡൻ്റലിസം, ലൈക്ക് അമേരിക്കൻ റൊമാൻറ്റിസിസം ആണല്ലോ ട്രാൻസെൻഡൻ്റലിസം എന്ന് പറയുന്നത്. സോ വേർഡ്സ്വർത്തിൻ്റെ എമേഴ്സൻ്റെ ഒക്കെ ഒരു ഹെയർ എന്നുള്ളൊരു രീതിയിൽ റോബർട്ട് ഫ്രോസ്റ്റിനെ എപ്പോഴും അറിയപ്പെടുന്നു. പക്ഷെ അദ്ദേഹം സ്ട്രിക്ട്ലി എന്താ പറയുക, സ്ട്രിക്റ്റായിട്ട് ആ ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ട്രാൻസെൻഡലിസ്റ്റ് ഇത് ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിൻ്റെ പോയത്തിന് ഓരോ പോയവും യുണീക്കായിരുന്നു. പിന്നെ നേച്ചറിൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ട്, നേച്ചറിനോടുള്ള റിയാക്ഷൻ ഉണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് ലൈക്ക് നല്ല കുറേ ഫിലോസഫീസ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ഫിലോസഫീസ് അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നു. ലൈക്ക് മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയത്തിലേക്ക് 2 ഫാംസ്, അത് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. സോ ആ മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയത്തിൽ 2 ഫാംസിനിടയ്ക്കുള്ള വാൾ മെൻഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. സോ അദ്ദേഹം വാൾസ് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അങ്ങനെ ഒരു ലൈക്ക് ഒരു തോട്ട് നമ്മളിലേക്ക് നമ്മളത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തോട്ട് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന കുറേ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പോയത്തിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. Then his dramatic monologues and pastorals have been particularly popular. Then he had this complex social and philosophical themes. ഒത്തിരി കോംപ്ലക്സ് ആയിരുന്നു. ഈ മെൻഡിങ് വാൾ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്നത് ലൈക്ക് നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലേ, ആ ഒരു കൺഫ്യൂഷൻ, വിച്ച് പാത്ത് ടു ടേക്ക് എന്ന് പറയുന്ന ആ ഒരു കൺഫ്യൂഷൻ നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴും അങ്ങനെയുള്ള കുറേ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ പോയംസിൽ പറയാറുണ്ട്. ലൈക്ക് ഈ ഒരു പോയത്തിലാണെങ്കിലും ദിസ് പോയം ഹോം ബറിയൽ അത് പ്രധാനമായിട്ടും ലൈക്ക് ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ മകൻ മരിച്ചുപോയി, അവരുടെ ഫസ്റ്റ് സൺ മരിച്ചുപോയി. സോ ഹൗ ഡിഫറെൻ്റ്ലി ദേ ആർ ഗ്രീവിങ്, ആ ഒരു മകൻ്റെ മരണത്തിൽ എങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് രണ്ടുപേരും ഗ്രീവ് ചെയ്യുന്നത്. ആൻഡ് ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ദേ ഫെയിൽ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. ആ ഒരു കാര്യമാണ് ലൈക്ക് ഈവൻ നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചുറ്റിനും നോക്കിയാലും നമുക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹസ്ബൻഡും വൈഫും അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഫെയിലാവുന്നു അല്ലെങ്കിൽ ഹൗ ദേ ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഈ പോയത്തിൽ പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ പോയം ഹോം ബറിയൽ? പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ നമുക്ക് പോയത്തിലേക്ക് നോക്കാം.
ഞാൻ ഫുൾ പോയം, യൂഷ്വലി നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ തന്നെ ഫുൾ പോയം വായിച്ചിട്ട് തിരിച്ചു വന്ന് ഡിസ്കസ് ചെയ്യുന്നല്ലേ. പക്ഷേ ഇത് നമ്മൾ ഫുള്ള് വായിക്കാൻ പോയ ഇറ്റ്സ് എ വെരി ലോങ് പോയം, ഒത്തിരി ലോങ് പോയമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. സോ ഫുൾ പോയം നമുക്ക് വായിച്ചു പോകുന്ന നേരത്ത് കുറേ ടൈം എടുക്കും. സോ വിൽ ഗോ ലൈക്ക് ഓരോ ഇതായിട്ട് പോവാം. ഓക്കെ, സോ ദ പോയം സ്റ്റാർട്ട്സ് ലൈക്സ് ദിസ്. ഓക്കെ, സോ ഹീ സോ ഹർ ഫ്രം ദ ബോട്ടം ഓഫ് ദ സ്റ്റെയേഴ്സ് before she saw him. She was starting down, looking back over her shoulder at some fear. She took a doubtful step and then undid it to raise herself and look again. ഓക്കെ, സോ ഇതാണ് പോയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് തന്നെ ലൈക്ക് പോയം ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇവർ തമ്മിലുള്ള ഒരു ഡയലോഗാണ് ഈ പോയത്തിൽ കുറേ വരുന്നത്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. നമ്മളൊരു ഡ്രാമയിലൊരു സീൻ ഒക്കെ എങ്ങനെ ഒരു ഡ്രാമയിലൊരു സീൻ വായിക്കുന്ന പോലെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇറ്റ്സ് എ കോൺവെർസേഷണൽ പോയം. അതേപോലെ തന്നെ നമ്മളൊരു നാടകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണില്ലേ, ഇതാണ് സെറ്റിങ്, അതിന് ഭാര്യ ഇത് പറഞ്ഞു, ഭർത്താവ് ഇത് പറഞ്ഞു എന്നുള്ള രീതിയിലൊരു ഡ്രമാറ്റിക് രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗ്, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു ഡയലോഗാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. So he saw her from the bottom of the stairs before she saw him. So ഒരു സ്റ്റെയർ കേസ് ആണ് പറയുന്നത്. അതിൻ്റെ താഴെ the husband is standing at the bottom and the wife is standing at the top of the stairs. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ആദ്യമേ തന്നെ ഭാര്യേനെ കാണുന്നു, ഭാര്യ ഹസ്ബൻഡിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് ഭാര്യേനെ കാണുന്നു. നമ്മളത് വി ഹാവ് ടു ഇമാജിൻ ദാറ്റ്. ഓക്കെ, then she was starting down. സോ വൈഫ് പയ്യെ താഴേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുമായിരുന്നു. പക്ഷെ അപ്പം തന്നെ ഷീ ലുക്കിംഗ് ബാക്ക് ഓവർ ഹർ ഷോൾഡർ അറ്റ് സം ഫിയർ. ഷീ ടുക്ക് എ ഡൗട്ട്ഫുൾ സ്റ്റെപ്പ് ആൻഡ് ദെൻ അൺഡിഡ് ഇറ്റ് ടു റേസ് ഹെർസെൽഫ് ആൻഡ് ലുക്ക് അഗെയിൻ. സോ ഇങ്ങനെ വൈഫ് ഇങ്ങനെ എങ്ങോട്ടേക്കോ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഒരു ചെറിയ പേടിയോടുകൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഷി വാസ് സ്റ്റാർട്ടിങ് ടു ഗോയിങ് ലൈക്ക് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. പയ്യെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചു, പക്ഷെ അതേപോലെ തന്നെ തിരിച്ചെടുത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ആ വിൻഡോയിൽ കൂടെയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, ദെൻ ഹി സ്പോക്ക് അഡ്വാൻസിങ് ടുവേർഡ്സ് ഹർ. സോ വാട്ട് ഈസ് ഇറ്റ് യു സീ ഫ്രം അപ്പ് ദർ ഓൾവേസ് ഫോർ ഐ വോണ്ട് ടു നോ. അപ്പോൾ ഈ ഹസ്ബൻഡ് തിരിച്ച് മുകളിലോട്ട് കയറി വന്നിട്ട് ഹസ്ബൻഡ് ചോദിക്കുക, ലൈക്ക് നീ എന്താ എപ്പോഴും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊന്ന് അറിയണം. വാട്ട് ഈസ് ദാറ്റ് യു ആർ ഓൾവേസ് ലുക്കിംഗ് ഫ്രം ദ വിൻഡോ, ലൈക്ക് ഐ വോണ്ട് ടു നോ, നീ എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയണം എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. Then she turned and sank upon her skirts at that. Her face changed from terrified to dull. അപ്പോൾ പെട്ടെന്ന് ഭാര്യ ഇങ്ങനെ തിരിഞ്ഞു. her face like it changed from terrified to dull. ആകെ ഒരു പേടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഭാര്യയുടെ ഫേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഭയങ്കര ഡള്ളായിട്ട് മാറി. ഭയങ്കര എന്താ ആളൊരു പേടിച്ച് സാങ്ക് അപ്പോൺ ഹെർ സ്കേർട്സ് ലൈക്ക് ഭയങ്കര ഒരു പേടിച്ച് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന പോലെയായി. ആൾ ഭയങ്കര ഷ്രിങ്കായിട്ട് മുഖമൊക്കെ ആകെ മാറി. സോ ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്കൊരു സ്റ്റെയർ കേസ് ആണ് കാണുന്നത്. ആ ഒരു സ്റ്റെയർ കേസിൽ അവർ ഭാര്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ഭർത്താവ് എന്താണ് നോക്കുന്നതെന്നുള്ളൊരു കാര്യം ലൈക്ക് അവർ ആ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ ഒരാൾ മുകളിലും ഒരാൾ താഴെയായിട്ടാണ് കാണിക്കുന്നത്. ലൈക്ക് ആ ഒരു ഇൻകമ്പാറ്റബിലിറ്റിയാണ്. സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി എ സിമ്പിൾ ഓഫ് ദെയർ ഇൻകമ്പാറ്റബിലിറ്റി. അവർ ഒരേ പേജ് ലൈക്ക് ഒരേ പേജിലല്ല അല്ലെങ്കിൽ അവർ ഒരേ ഇതിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു സ്റ്റെയർ കേസ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ so he said to gain time, what is it you see, mounting until she covered under him. വീണ്ടും മുകളിലോട്ട് കുറച്ച് എന്താ നീ നോക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഷീ സ്റ്റാർട്ടഡ് ലൈക്ക് അയാൾ കയറി വന്നപ്പോൾ അവളിങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ ലൈക്ക് ആകെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഐ വിൽ ഫൈൻഡ് ഔട്ട് നൗ, യു മസ്റ്റ് ടെൽ മീ ഡിയർ. ഞാൻ ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, നീ എന്നോട് പറ ലൈക്ക് എന്താ നീ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറ. ഓക്കെ, ഷീ ഇൻ ഹർ place refused him any help with the least stiffening of her neck and silence. പക്ഷെ ഭർത്താവ് ഇതിങ്ങനെ ചോദിക്കുന്നെങ്കിലും ഒരു രീതിയിലും ഭാര്യ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു രീതിയിലും ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭാര്യ തയ്യാറാവുന്നില്ല. ഭയങ്കര സൈലൻസ്, അവളുടെ ആ സൈലൻസും വീണ്ടും സ്റ്റിഫ് ആവുകയാണ് ചെയ്തത്. ആളും അതേപോലെ തന്നെ വളരെ
എന്താ ഒന്നും പറയാതെ. ഇപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിലാണെങ്കിലും ആൾക്കാർ നമ്മളോട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആ സൈലൻസിൽ തന്നെ നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കും അല്ലേ, നമ്മൾ തിരിച്ച് അവരോട് ഒരു രീതിയിലുള്ള റിപ്ലൈയും കൊടുക്കാതെ അങ്ങനെ തന്നെ നമ്മൾ സൈലൻസിൽ നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കും. എന്നാൽ യൂഷ്വലി ഓരോരുത്തരുടെ രീതി വ്യത്യാസമാണ്. ചിലവരിങ്ങനെ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ നമ്മളൊരു പെയിനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചോദിച്ചെന്ന് പറഞ്ഞാലും അവർ ആ സൈലൻസിൽ തന്നെ നിൽക്കും. ചിലവർ ചിലപ്പം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് റെസ്പോണ്ട് ചെയ്യും. അത് ഓരോ ആൾക്കാരുടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിരിക്കും. പക്ഷേ സ്റ്റിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ആസച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും തന്നെ നമ്മൾ എത്ര ചോദിച്ചാലും അവരങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് ഇമാജിൻ ചെയ്യാമല്ലോ. ഓക്കെ, സോ ഷീ ലെറ്റ് ഹിം ലുക്ക് ഷുവർ ദാറ്റ് ഹി വുഡിൻ സീ. ഹസ്ബൻഡ് നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഭാര്യ നോക്കട്ടെ എന്ന് പറയുന്നു വിചാരിക്കുന്നു. പക്ഷെ ഭാര്യയ്ക്ക് ഉറപ്പാണ് ദാറ്റ് ഹി വുഡിൻ സീ. ഭാര്യ ഹസ്ബൻഡിന് അത് മനസ്സിലാവില്ല, എന്താണ് ഇവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹസ്ബൻഡിന് മനസ്സിലാവില്ല എന്ന് ഭാര്യയ്ക്ക് വളരെ ഉറപ്പാണ്. ഷീ ഈസ് തിങ്കിങ്, ആ ഹസ്ബൻഡിനെ ഭാര്യ ഇമാജിൻ ചെയ്യുന്നത് ലൈക്ക് ഹീ ഈസ് എ ബ്ലൈൻഡ് ക്രീച്ചർ ആൻഡ് അവൈൽ ഹി ഡിൻ സീ. സോ for this wife, like her husband is like a blind creature who couldn't see. അതായത് എന്താണ് ഇവളെ വിഷമിപ്പിക്കുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ എന്താണ് ഇവളെ പേടിയോടെ നോക്കി കാണുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു കാലത്തും ഈ ഹസ്ബൻഡിന് മനസ്സിലാവില്ല. അദ്ദേഹം ഒരു ബ്ലൈൻഡ് ക്രീച്ചറാണ്, ഒരു കാലത്തും ഇവളുടെ ആ ഒരു വിഷമം എന്താണെന്ന് മനസ്സിലാവില്ല എന്ന് ഈ ഭാര്യയ്ക്ക് അത്ര ഷുവറിറ്റിയാണ് എന്നാണ് പറയുന്നത്. ബട്ട് അറ്റ് ലാസ്റ്റ് ഹി മർമർഡ് ഓ ആൻഡ് എഗെയിൻ ഓ. പക്ഷെ അവസാനം ലൈക്ക് സംതിങ് എന്തോ ഭർത്താവ് കണ്ടു, അദ്ദേഹം പറയുന്നു ഓക്കെ, ഓ ഇതാണ് അപ്പം നീ നോക്കി നിൽക്കുന്ന എന്നുള്ള ഒരു രീതിക്ക്, ഓക്കെ ഇതാണ് നീ നോക്കി എന്നുള്ള രീതിക്ക്. സോ ഷീ ഈസ് ആസ്കിങ്, തിരിച്ച് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ്, വാട്ട്, എന്താ നിങ്ങൾ കണ്ടത്? ഷീ ആസ്ക്ഡ്. സോ ജസ്റ്റ് ദാറ്റ് ഐ സീ, ഞാൻ കണ്ടു. ഭർത്താവ് പറയാണ്, ഓക്കെ എനിക്ക് മനസ്സിലായി എന്താ നീ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. യു ഡോണ്ട്, ഷീ ചാലഞ്ച്ഡ്, ടെൽ മീ വാട്ട് ഇറ്റ് ഈസ്. ഇല്ല, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഭാര്യ ഉറപ്പിച്ച് പറയാണ്. എന്താ നിങ്ങൾ കണ്ടേ എന്നുണ്ടെങ്കിൽ പറ, ടെൽ മീ വാട്ട് ദാറ്റ് യു സീ എന്ന് പറയാണ്. ദ വണ്ടർ ഈസ് ഐ ഡിൻ സീ അറ്റ് വൺസ്, ഐ നെവർ നോട്ടീസ്ഡ് ഇറ്റ് ഫ്രം ഹിയർ ബിഫോർ, ഐ മസ്റ്റ് ബി വോണ്ടഡ് ടു ഇറ്റ്, ദാറ്റ്സ് ദ റീസൺ. ദ ലിറ്റിൽ ഗ്രേവ് യാർഡ് വെർ മൈ പീപ്പിൾ ആർ, സോ സ്മോൾ ദ വിൻഡോ ഫ്രെയിംസ് ദ ഹോൾ ഓഫ് ഇറ്റ്. സോ അദ്ദേഹം പറയുന്നു ലൈക്ക് ഇറ്റ്സ് വണ്ടർ ദാറ്റ് ഐ ഡിൻ സീ അറ്റ് വൺസ്. ഞാനിത് ആദ്യം നോക്കിയപ്പോൾ ഞാനിത് കണ്ടില്ല എന്നുള്ളത്, ഇറ്റ്സ് എ വണ്ടർ, അതൊരു അത്ഭുതമാണല്ലോ. അല്ലെങ്കിൽ ഐ ഹാവ് നെവർ നോട്ടീസ്ഡ് ഇറ്റ് ബിഫോർ, ഞാൻ അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഐ മസ്റ്റ് ബി വോണ്ടഡ് ടു ഇറ്റ്, ലൈക്ക് ഞാനത് വളരെ ലൈക്ക് എന്നും കാണുന്നൊരു കാര്യം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോട്ടീസ് ചെയ്യില്ലല്ലോ, ആ കാര്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ടീസ് ചെയ്യില്ലല്ലോ. അതുപോലെ like it must be there and I might have been very like habitually അത്രയും ഹാബിച്വലായിട്ട് ഞാൻ അതെൻ്റെ മനസ്സിൽ അങ്ങ് പതിഞ്ഞിരിക്കുമായിരിക്കും. സോ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ദാറ്റ് ഷുഡ് ബി ദ റീസൺ. സോ വാട്ട് യു ആർ ലുക്കിംഗ് ഇസ്, നീ എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ്സ് എ ലിറ്റിൽ ഗ്രേവ് യാർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രേവ് യാർഡാണ് ഇവളെ എന്നും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവൾ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ഈ വിൻഡോയിൽ കൂടെ ആൾ നോക്കുന്നത്, ഈ വൈഫ് നോക്കുന്നത് പറയുന്നൊരു ഗ്രേവ് യാർഡിലേക്കാണ്. സോ ദാറ്റ് ഈസ് വെർ ഓൾ ഹിസ് പീപ്പിൾ ആർ ബറീഡ്. ലൈക്ക് ഇദ്ദേഹത്തിൻ്റെ പാരൻസ് ആയിരിക്കാം, ഗ്രാൻഡ് പാരൻസ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അവരൊക്കെ ബറി ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദിസ് ലിറ്റിൽ ഗ്രേവ് യാർഡ്. സോ സ്മോൾ ദ വിൻഡോ ഫ്രെയിംസ് ദ വോൾ ഓഫ് ഇറ്റ്. ഈ ഒരു വിൻഡോയിൽ കൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് വെരി സ്മോൾ എന്നുള്ളൊരു രീതിക്കാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. There are 3 stones of slate, one of marble, broad-shouldered little slabs there in the sunlight on the side hill. We having to mind those, but I understand it is not the stones but the child's mouth. So അവിടെ ലൈക്ക് there are 3 stones. അപ്പം അവിടെ എന്താ പറയുക, കുറേ നമുക്കറിയാമല്ലോ ഗ്രേവ് യാർഡ് ആകുമ്പം സ്റ്റോൺസ് ഉണ്ടാവും. സ്റ്റോൺസിലാണല്ലോ ഇവർ ഇത് എഴുതി വെക്കുക, നമ്മളിപ്പോൾ മരിക്കുന്നവരുടെ പേര്. സോ ദിസ് പേഴ്സൺ ഫ്രം ഇന്ന ദിവസം ജനിച്ചു, ടു ദിസ് ഡേ ദേ ഹാവ് ഡൈഡ് എന്നുള്ള കാര്യമൊക്കെ അവരുടെ സ്റ്റോൺസിലാണല്ലോ ഇങ്ങനെ എഴുതി നമ്മൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. സോ അവിടെ ഒരു 3 സ്റ്റോൺസ് ഉണ്ട് ഓഫ് സ്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു 3 സ്റ്റോൺ ഉണ്ട്, മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു സ്റ്റോൺ ഉണ്ട്. അതേപോലെ തന്നെ ദി സ്ലാബ്സ് ആർ ലൈക്ക് അത് ഭയങ്കര സൺലൈറ്റിൽ ആ സൈഡ് ഹില്ല് ഭയങ്കര ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് വി ഹാവിങ് ടു മൈൻഡ് ദോസ്. അതൊന്നുമല്ല നീ നോക്കുന്നത്, എനിക്ക് മനസ്സിലായി, അതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്ന, അതൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് ദ സ്റ്റോൺസ് ബട്ട് ദ ചൈൽഡ്സ് മൗത്ത്.
പക്ഷേ വാട്ട് യു ആർ ലുക്കിംഗ് എവറി ഡേ ഈസ് ദിസ് ചൈൽഡ്സ് മൗണ്ട്, നമ്മുടെ കുഞ്ഞിൻ്റെ ഗ്രേവ് യാർഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മൗണ്ടിലേക്കാണ് നീ എന്നും നീ നോക്കി നിൽക്കുന്നത് എന്ന് ഈ ഹസ്ബൻഡ് പറയുകയാണ്. സോ ഷീ ഈസ് ക്രൈങ്, ഡോണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ പറയില്ലേ, കുട്ടി മരിച്ചു പോയി എന്നുള്ള കാര്യം മേ ബി ഷീ കുഡിൻ അക്സെപ്റ്റ് ദാറ്റ്, അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ മകൻ്റെ ലൈക്ക് ആ ഒരു മൗണ്ട് എന്ന് പറയുന്നത് ഷീ ഈസ് നോട്ട് ഏബിൾ ടു ഹിയർ ദാറ്റ്, അത് കേൾക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. She withdrew, shrinking from beneath his arm that rested on the banister and slid downstairs. So ആളുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ ബാനിസ്റ്ററിനോട് ഉദ്ദേശിക്കുന്നത് മറ്റേ ഈ സ്റ്റെയറിൻ്റെ ഒക്കെ ഒരു റെയിലിന് പോലെയുള്ള സംഭവമായിരിക്കും. സോ ഷീ വിഡ്രൂ സ്ട്രിങ്, അതിൽ നിന്ന് ഇറങ്ങി തിരിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ്. ആൻഡ് ടേൺഡ് ഓൺ ഹിം വിത്ത് സച്ച് എ ഡോണ്ടിങ് ലുക്ക്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ തിരിച്ച് ഭയങ്കര ഒരു ദേഷ്യത്തിലും ഒരു ഇതിലും ഒക്കെ ഈ ഹസ്ബൻഡിനെ ഈ വൈഫ് ഇങ്ങനെ നോക്കുകയാണ്. ഹി സെഡ് ട്വൈസ് ഓവർ ബിഫോർ ഹി ന്യൂ ഹിംസെൽഫ്. അപ്പോൾ ഈ ഹസ്ബൻഡ് ഇങ്ങനെ അറിയാതെ തന്നെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയാണ്, കണ്ട് എ മാൻ സ്പീക്ക് ഓഫ് ഹിസ് ഓൺ ചൈൽഡ് ഹി ഈസ് ലോസ്റ്റ്. ഒരു മനുഷ്യന് തൻ്റെ മരിച്ചുപോയ മകനെക്കുറിച്ച് സംസാരിക്കാനേ പറ്റില്ലേ എന്നുള്ളൊരു രീതിക്ക് ഭർത്താവ് അറിയാതെ തന്നെ ഭർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദിസ് വൈഫ് ഇസ് സേ, നോട്ട് യു, ഓ വെർ ഇസ് മൈ ഹാറ്റ്, oh I don't need it, I must get out of here, I must get here, I don't know rightly whether any man can, so you can't speak of my child. നിങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. യു ആർ നോട്ട് ആ കുട്ടീനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഇത് നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഷീ ഫീൽസ് വെരി സഫോക്കേറ്റഡ്. അവിടെ നിന്നിട്ട് ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ട് ഷീ ഈസ് ടെല്ലിങ് ദാറ്റ് ഐ മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ, ഞാൻ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. ഐ എം നോട്ട് ഷുവർ വെദർ എനി മാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് മദേഴ്സ് ഗ്രേഫ്. ഒരാൾക്കും ഒരു മനുഷ്യനും ചിലപ്പോൾ ഒരു അമ്മയുടെ ആ ഒരു ഗ്രീഫ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് ഈ വൈഫ് പറയുന്നത്. സോ അത് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ വഴക്കുണ്ടാക്കാൻ നേരത്തെ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫോ ഒക്കെ വഴക്കുണ്ടാക്കാൻ നേരത്തെ നമ്മൾ ചില ആർഗ്യുമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ പറയും ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തിരിച്ചു പറയും ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെയോ മാത്രം ഒരു പ്രശ്നമായിരിക്കും. ബട്ട് വി ജനറലൈസ് ദാറ്റ്, നമ്മളത് ജനറലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വൈഫ് ഇങ്ങനെ ഈ ഹസ്ബൻഡിന് ഇവളുടെ പെയിനും ഗ്രീഫും മനസ്സിലാവില്ല എന്നതുകൊണ്ട് തന്നെ ഈ വൈഫ് പറയുകയാണ്, ലൈക്ക് നോ മാൻ കുഡിൻ്റ് അണ്ടർസ്റ്റാൻഡ്, ഒരു മാനും മനസ്സിലാവില്ല ആ ഒരു ഗ്രീഫ് എന്താണെന്ന്, ചിലപ്പോൾ ഒരു മാനും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ വൈഫ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ തന്നെ പറഞ്ഞു. യെസ് മാം. ഓക്കെ, സോ ദെൻ Amy, don't go to somewhere else this time. Listen to me. I won't come down the stairs. He sat and fixed his chin between his fists. There is something I should like to ask you, dear. അപ്പോൾ ലൈക്ക് ഷീ ഈസ് റെഡി, എങ്ങോട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത്. വൈഫിൻ്റെ പേര് ഇപ്പോൾ എമി എന്നാണ് നമുക്ക് മനസ്സിലായി, എമി എന്നാണ് നമുക്ക് മനസ്സിലായി. സോ ഷീ ഈസ് ലൈക്ക് ഷീ ഈസ് ഗോയിങ് സംവെയർ എൽസ്, എങ്ങോട്ടോ പോവുകയാണ്, ഹാറ്റൊക്കെ എടുത്ത് എങ്ങോട്ടോ പോകാനായിട്ട് ആളിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയുക, ഡോണ്ട് ഗോ ടു സമ്മൺ എൽസ് ദിസ് ടൈം, ലൈക്ക് നീ വേറൊരാളുടെ അടുത്തേക്ക് പോവരുത്. മേ ബി ടു ഷെയർ ഹെർ ഗ്രീഫ്, അതൊരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എമിയുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എമിയുടെ സിബ്ലിങ്സ് ആയിരിക്കാം. യു ഷുഡിൻ ഗോ സംവെയർ, നീ എങ്ങോട്ടും പോവരുതെന്ന് പറയുക. ലിസൺ ടു മീ, ഐ വോണ്ട് കം ഡൗൺ ദ സ്റ്റേഴ്സ്. അപ്പോൾ നീ അവിടെ നിൽക്കും, ഞാൻ താഴോട്ട് നിൻ്റെ അടുത്തേക്ക് വരുന്നില്ല, ഐ വിൽ സ്റ്റേ ഹിയർ. ആൻഡ് ഹീ സാറ്റ് ഇൻ ദ സ്റ്റെയർ ആൻഡ് ഹീ ഫിക്സ്ഡ് ഹിസ് ചിൻ ബിറ്റ്വീൻ ഹിസ്, അപ്പം താടിക്ക് ഇങ്ങനെ കൈ കൊടുത്ത് ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ഹീ ഈസ് ആസ്കിങ് ഹർ, ദർ ഈസ് സംതിങ് ഐ ഷുഡ് ലൈക്ക് ടു ആസ്ക് യു, ഐ വോണ്ട് ടു ആസ്ക് യു സംതിങ് എന്ന് പറയുകയാണ്. ഹീ ഈസ് റെഡി ടു ടോക്ക്, വൈഫിനോട് സംസാരിക്കാൻ, വൈഫിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ആൾ റെഡിയാണ്, ആൾ സംസാരിക്കാനായിട്ട് വില്ലിങ് ആണ്. ബട്ട് വൈഫ് എന്താ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, യു ഡോണ്ട് നോ ഹൗ ടു ആസ്ക് ഇറ്റ്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ഇതെങ്ങനെ ചോദിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്നാണ് വൈഫ് പറയുന്നത്. സോ ഹീ റിപ്ലൈസ്, ഹെൽപ്പ് മീ ദെൻ. എന്നാൽ വൈ ഡോണ്ട് യു ഹെൽപ്പ് മീ വിത്ത് ദാറ്റ്, നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് നീ പറ, ഐ വിൽ ഡു ലൈക്ക് ദാറ്റ് എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. ഹെർ ഫിംഗേഴ്സ് മൂവ് ദ ലാച്ച് ഫോർ ഓൾ റിപ്ലൈ. പക്ഷെ ഇവളതൊന്നും കേൾക്കാതെ ലാച്ച്, നമ്മുടെ
ഡോറ് തുറക്കാനായിട്ട് പോവുകയാണ്. ഡോറ് തുറക്കാനായിട്ട് വൈഫ് പോവുകയാണ്. മൈ വേർഡ്സ്, അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പറയാണ്, മൈ വേർഡ്സ് ആർ നിയർലി ആൻ ഒഫെൻസ്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഓഫ് എനിത്തിങ് സോ ആസ് ടു പ്ലീസ് യു. But I might be taught, I should suppose. I can't say I see how. A man must partly give up being a man with women folk. So, this husband is saying that what I am saying, like, എന്തെല്ലാം ഞാൻ പറഞ്ഞാലും, what words I am saying, what all words I am saying, it's an offense to you. അങ്ങനെ എന്ത് പറഞ്ഞാലും നിനക്കത് ഒഫെൻസീവ് ആയിട്ടാണ് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഓഫ് എനിത്തിങ് സോ ആസ് ടു പ്ലീസ് യു. നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. സോ അദ്ദേഹം ഒരു ഫാമർ ആയിരിക്കാം. അപ്പോൾ എങ്ങനെ വൈഫിന് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ സംസാരിക്കണമെന്ന് ഹി ഡോണ്ട് നോ, എങ്ങനെ സംസാരിക്കണമെന്ന് ആൾക്കറിയില്ല. മേ ബി ഇഫ് യു ടോട്ട് മീ, നീ എനിക്ക് പഠിപ്പിച്ച് തരികയാണെങ്കിൽ മേ ബി ഐ ക്യാൻ ചേഞ്ച് എന്നാണ് പറയുന്നത്. ബട്ട് ഐ കാൺ സേ ഐ സീ ഔ. പക്ഷെ അതെങ്ങനെയാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ടെല്ലിങ് ദാറ്റ് എ മാൻ മസ്റ്റ് പാർട്ട്ലി ഗിവ് അപ്പ് ബീങ് എ മാൻ വിത്ത് വുമൺ ഫോക്ക്. സോ ഇത് എഴുതുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി പുറകിലല്ലേ, ഇപ്പോൾ ഒരു 90s സ്റ്റാർട്ടിങ്ങിലല്ലേ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തന്നെയാണെങ്കിലും ഈ ജെൻഡർ റോൾസൊക്കെ അവിടെയുണ്ട്. അപ്പം ഒരു മാൻ ആണ് ബ്രെഡ് വിന്നർ, വിമൻ വീട്ടിൽ നിന്നൊരു കെയർ ടേക്കറായിട്ട് നിൽക്കുന്നു. അപ്പം ആ ഒരു പുറത്ത് പോയി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഫാമറിനൊക്കെ ഹി ഹാസ് ആ ഒരു മാൻലി കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ ആൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആൾ പറയുന്നത് ഐ ഷുഡ് ഗിവ് അപ്പ് ബീങ് എ മാൻ വിത്ത് ദ വുമൺ ഫോക്ക്. ഞാനൊരു മാൻ ആണ്, അല്ലെങ്കിൽ ഞാനൊരു ബ്രെഡ് വിന്നർ ആണ്, അല്ലെങ്കിൽ ഞാനൊരു പുറത്ത് പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു മാൻലി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വേണമായിരിക്കും. ലൈക്ക് അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ആ ഒരു മാൻലി കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ മാറ്റി വെച്ചാൽ മാത്രമേ അത് ലൈക്ക് ആ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുള്ളൂ എന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്. We could have some arrangement by which I'd bind myself to keep hands off anything special you are a mind to name. Though I don't like such things, twits those that love. So he's saying that we'll have some arrangements. നമുക്ക് കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം, ലൈക്ക് കുറച്ച് ഡീൽസ്. വിൽ മേക്ക് സം ഡീൽസ്. ലൈക്ക് ഐ വോണ്ട് സേ അബൌട്ട് സച്ച് ആൻഡ് സച്ച് തിങ്സ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള രീതിക്ക് നമുക്ക് കുറച്ച് ഡീൽസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഡീൽസ് കൊണ്ടുവരാം, നമുക്ക് എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാം. ഈവൻ ദോ ഐ ഡോണ്ട് ലൈക്ക് തിങ്സ്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യം ഒരിക്കലും ഒരു രണ്ടുപേര് തമ്മിൽ സ്നേഹിക്കുന്നവരുടെ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, നല്ല ലവിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. To that don't love can't live together without them. അപ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു ഇഷ്ടമില്ല, അവർ തമ്മിലൊരു സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ ഡീൽസും കാര്യങ്ങളും ഇല്ലാതെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനേ പറ്റത്തില്ല. സോ ദേ നീഡ്, ഇഫ് ടു പേഴ്സൺസ് ആർ നോട്ട് ഇൻ ലവ്, ദേ നീഡ് such arrangements or they need such adjustments to live together. അവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹത്തിലല്ലാത്ത രണ്ടു പേർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ടു ദ ടു കാൺട്ട് ലിവ് ടുഗെദർ വിത്ത് ദം. പക്ഷേ രണ്ടുപേരെ തമ്മിൽ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് വെച്ചുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്. ഷീ മൂവ് ദ ലാച്ച് എ ലിറ്റിൽ. അപ്പം ആ വാതിൽ തുറന്ന് പോകാനായിട്ട് ആൾ പോവാണ്. സോ അഗെയിൻ ഹീ ഈസ് സേയിങ് ഡോണ്ട് ഗോ, ഡോണ്ട് ക്യാരി ഇറ്റ് ടു someone else this time. Tell me about it if it's something human. Let me into your grief. I'm not so much unlike other folks as you're standing there apart would make me out. Give me my chance. I do think though you overdo it a little. What was it brought you up to think it the thing to take your mother loss of a first child so inconsolably in the face of love? You would think his memory might be satisfied. സോ ഈ ഹസ്ബൻഡ് പറയാണ് ലൈക്ക് ഡോണ്ട് ടേക്ക് ദിസ് ഗ്രീഫ് ടു സമ്മൺ എൽസ്. വേറെ ഒരാളുടെ അടുത്തേക്ക് ഈ ഗ്രീഫ് കൊണ്ട് പോവരുത്. ടോക്ക് ടു മീ ഇഫ് ഇറ്റ്സ് സംതിങ് ഹ്യൂമൻ. ഞാനും ഒരു മനുഷ്യനാണ്, ഇറ്റ്സ് സംതിങ്, ഒരു ഹ്യൂമൻ ഇമോഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടോക്ക് ടു മീ, ടെൽ മീ അബൌട്ട് ഇറ്റ്, ലെറ്റ് മീ ഇൻ യുവർ ഗ്രീഫ്. എന്നെ നിൻ്റെ ഗ്രീഫിൽ ലൈക്ക് എന്നെയും കൂട്ട് എന്ന് പറയാണ്. ലൈക്ക് നീ പോകുന്ന ഏതൊരാൾ, നീ ആരുടെ അടുത്താണോ ഈ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ ഏതൊരാളെയും പോലെ തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെയാണെന്നാണ്
ഹസ്ബൻഡ് പറയുന്നത്. യു ഷുഡ് ഗീവ് മീ മൈ ചാൻസ്, നീ എനിക്ക് എൻ്റെ ചാൻസ് തരണം എന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്. സോ പക്ഷേ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇത് ഇത്രയും ഹസ്ബൻഡ് പറഞ്ഞത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബട്ട് ഐ ഡു തിങ്ക് ലൈക്ക് യു ആർ ഓവർ ഡൂയിങ് ഇറ്റ് എ ലിറ്റിൽ. പക്ഷേ ഹസ്ബൻഡ് പിന്നീട് പറയുന്നത് വെച്ചാൽ, എനിക്ക് തോന്നുന്നു നീ ഇത് വളരെ കുറച്ച് ഓവറായിട്ടാണ് നിൻ്റെ ഗ്രീഫ്, നിൻ്റെ ഗ്രീഫ് കുറേയും കൂടെ ഓവർ ഡൂ ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ഒരു അമ്മയുടെ നഷ്ടം, ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ടു പോകുന്നത്, ഇറ്റ്സ് ലൈക്ക് നീ അത് ഓർത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും ഗ്രീവ് ചെയ്യുന്ന, ഇറ്റ്സ് ലൈക്ക് യു വോണ്ട് ടു സാറ്റിസ്ഫൈ ദ ചൈൽഡ്. നീ ഇങ്ങനെ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മേ ബി യു വോണ്ട് ടു സാറ്റിസ്ഫൈ ദ ചൈൽഡ്. അപ്പോൾ ആ ചൈൽഡിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു അക്യൂസേഷനാണ് പിന്നീട് ഹസ്ബൻഡ് പറയുന്നത്. ഐ ഡു തിങ്ക് ദോ യു ഓവർ ഡു ഇറ്റ് എ ലിറ്റിൽ. വാട്ട് വാസ് ഇറ്റ് brought you up to think it the thing to take your mother-loss of a first child so inconsolably in the face of love? You would think his memory might be satisfied. സോ ആ മകൻ്റെ മെമ്മറി, ആ ഒരു മകൻ്റെ മെമ്മറി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇത്രയും ഗ്രീവി കൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്? ഇത്ര വലിയൊരു ഇത്രയും ഒരു ബിഗ് സീൻ, അതായത് ഇത്രയും മാത്രം വിഷമിക്കാൻ അതിലൊന്നുമില്ല. ലൈക്ക് യു ആർ മേക്കിംഗ് എ ബിഗ് സീൻ ഔട്ട് ഓഫ് ഇറ്റ്. നീ അതൊരു വലിയ കാര്യമായിട്ട് നീ അത് ഉണ്ടാക്കുകയാണെന്നാണ്, യു ആർ ഓവർ ഡൂയിങ് ഇറ്റ് എന്നാണ് ഹസ്ബൻഡ് പറയുന്നത്. സോ there you go sneering now. Okay, now you are belittling me. നിങ്ങൾ എൻ്റെ ആ ഗ്രീഫിന് ഒരാൾ ഗ്രീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് പറയുക, ഇല്ല ഇത്ര ഗ്രീവ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, നീ അത് ഓവറാക്കുക എന്ന് പറയുമ്പോൾ ലൈക്ക് ആക്ച്വലി അവരുടെ ഗ്രീവിനെ അല്ലെങ്കിൽ ഗ്രീഫിനെ നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യല്ലേ. സോ അത് പറയാം, ഓക്കെ ഇപ്പം നിങ്ങളുടെ അത്രയും നേരം പറഞ്ഞത് ഓക്കെ, ഇപ്പം നിങ്ങളുടെ ശരിക്കായിട്ടുള്ള സ്വഭാവം പുറത്ത് വന്നു എന്നുള്ള രീതിക്ക് വൈഫ് പറയാണ്. ഐ എം നോട്ട് യു മേക്ക് മീ ആംഗ്രി, ഐ വിൽ കം ഡൗൺ ടു യു. God, what a woman. And it's come to this. A man can't speak of his own child that's dead. ഓക്കെ പറയാം, ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. യു ആർ മേക്കിംഗ് മീ ആംഗ്രി, നീ എന്നെ യു ആർ മേക്കിംഗ് മീ ആംഗ്രി, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. ആൾ ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റഡ് ആയിട്ടും ദേഷ്യത്തിലും ആ ഒരു ഇതിലും ഒക്കെ ആൾ പറയാം, ഓ എന്തൊരു സ്ത്രീയാത്, ഒരു മനുഷ്യൻ അവൻ്റെ മരിച്ചുപോയ കുട്ടീനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടും ഒക്കെയാണ് ഈ ഹസ്ബൻഡ് സംസാരിക്കുന്നത്. യു കാൺ ബിക്കോസ് യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്. ഇല്ല, നിങ്ങൾക്ക് അറിയില്ല, ബിക്കോസ് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഫീലിങ്സും ഇല്ലെന്നാണ് ഈ വൈഫ് പറയുന്നത്. ഇഫ് യു ഹാഡ് എനി ഫീലിങ്സ് യു ഡഗ് വിത്ത് യുവർ ഓൺ ആൻഡ് ഹൗ കുഡ് യു ഹിസ് ലിറ്റിൽ ഗ്രീഫ്. ഇത് ഇത്തിരിയെങ്കിലും ഫീലിങ്സ് നിങ്ങൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഹൗ കുഡ് യു ഡഗ് ലിറ്റിൽ ഗ്രേവ് ഓഫ് ദെയർ ഓൺ ചൈൽഡ്. അവരുടെ ആ കുട്ടിയുടെ ആ ഒരു ഗ്രേവ് കുഴിച്ചതെന്ന് പറയുന്നത് ഈ ഹസ്ബൻഡ് തന്നെയാണ്. ആ കുട്ടീനെ ബറി ചെയ്തതെന്ന് ഈ ഹസ്ബൻഡ് തന്നെയാണ്. എങ്ങനെ ഇത്തിരിയെങ്കിലും ഒരു ഫീലിങ്സ് ഉള്ള ഒരാൾക്ക് അത് പറ്റുമോ എന്നാണ് ഈ വൈഫ് ചോദിക്കുന്നത്. ഹൗ കുഡ് യു ഡു വിത്ത് യുവർ ഓൺ ഹാൻഡ്, നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് നിങ്ങൾക്ക് അതെങ്ങനെ സാധിച്ചു എന്നാണ് ഈ വൈഫ് ചോദിക്കുന്നത്. പക്ഷേ ഹസ്ബൻഡ് അത് ചെയ്യുന്നത് മേ ബി ലൈക്ക് ഹസ്ബൻഡിൻ്റേതായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഗ്രീവിങ് അതായിരിക്കും. സ്വന്തം കയ്യാൽ ആ ഒരു ബെറിയൽ പ്രോസസ്സ് നടത്തി കഴിയുമ്പോൾ ഒക്കെ മേ ബി അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആകാൻ വേണ്ടിയിട്ടായിരിക്കും ഹസ്ബൻഡ് അത് ചെയ്തിട്ടുണ്ടാവുക. അതായിരിക്കും ഒരു ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പം ചെയ്തിട്ടുണ്ടാവുക. ഐ സോ യു ഫ്രം ദാറ്റ് വെരി വിൻഡോ ദെയർ making the gravel leap and leap in the air, leap up like that and land so lightly and roll back down to the mount beside the hole. Like ആ ഒരു ലീപ്പ് ഉണ്ടാക്കി അതിങ്ങനെ കുഴിയെടുത്ത് അവസാനം അത് ആ ഒരു ബെറിയൽ പ്രോസസ്സ് നിങ്ങളത് ചെയ്തത് ഞാൻ ഈ വിൻഡോയിൽ നിന്ന് ഞാൻ കണ്ടതാണ്. ഐ തോട്ട് ഹു ഇസ് ദാറ്റ് മാൻ, ഐ ഡിഡ്ന്റ് ന്യൂ. അപ്പം ഞാൻ വിചാരിച്ചു ആരാണ് ആ മനുഷ്യൻ, എനിക്ക് അയാളെ അറിയില്ലല്ലോ. I crept down the stairs and up the stairs to look again and still your spade kept lifting. So ഇവൾ സ്റ്റെയർ ഇറങ്ങിയും കയറിയും ഒക്കെ മാറി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും he was still doing that. അദ്ദേഹം ആ ഒരു ബെറിയൽ പ്രോസസ്സിന് വേണ്ടി കുഴി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. Then you came in. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. I heard your rumbling voice out in the kitchen. I don't know why, but I went near to see with my own eyes. സോ തിരിച്ചു വന്നു കഴിഞ്ഞ് കിച്ചണിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വൈഫ് ചെന്ന് ചെക്ക് ചെയ്ത് അവിടെ ചെന്ന് നോക്കുകയാണ്. ഓക്കെ എന്താണ് ആൾക്കൊരു വിശ്വാസമില്ല. എൻ്റെ ഹസ്ബൻഡ് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ
ബറിയൽ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. സോ ഐ വെൻറ്റ് നിയർ ടു സീ. ഞാൻ വീണ്ടും എനിക്ക് അത് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് വൈഫ് വീണ്ടും അവിടെ വന്ന് വൈഫ് നോക്കുകയാണ്. ബട്ട് യു കുഡ് സിറ്റ് ദെയർ വിത്ത് ദ സ്റ്റെയിൻസ് ഓൺ യുവർ ഷൂസ് ഓഫ് ദ ഫ്രഷ് എർത്ത് ഫ്രം യുവർ ഓൺ ബേബീസ് ഗ്രേവ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇരിക്കുകയാണ്. ആൻഡ് ദർ ആർ സ്റ്റെയിൻസ് ഓൺ ഹിസ് ഷൂസ്. അദ്ദേഹത്തിൻ്റെ ഷൂസിൽ സ്റ്റെയിൻസ് ഉണ്ട്. ആ ഒരു പണി ലൈക്ക് ആ ഒരു ബറിയൽ ചെയ്ത് കഴിഞ്ഞ് വന്നതിൻ്റെ സ്റ്റെയിൻസ് ഉണ്ട്. ആൻഡ് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് എവറി ഡേ കൺസേൺസ്. എല്ലാ ദിവസത്തെ പോലെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. He had stood the spade up against the wall outside there in the entry, for I saw it. ആ തിരിച്ചു വന്ന സ്പേഡ് ഉണ്ടല്ലോ, ആ സ്പേഡ് ആ എൻട്രിയുടെ അവിടെ വെച്ച് ഞാൻ കണ്ടു. ആ സ്പേഡ് നിങ്ങൾ ആ എൻട്രിയുടെ അവിടെ വെച്ചിട്ട് നിങ്ങൾ അവിടെ വന്നിരിക്കുകയായിരുന്നു. ഐഷ, അപ്പോൾ ഹസ്ബൻഡ് തിരിച്ച് പറയുന്നതാണ്, ഐഷ ലാഫ് ദ വേഴ്സ് ലാഫ് ഐ എവർ ലാഫ്. ഐ ആം കേഴ്സ് ഗോഡ് ഇഫ് ഐ ഡോണ്ട് ബിലീവ് ഐ ആം കേഴ്സ്. സോ ചിലപ്പോൾ ഹസ്ബൻഡ്, അപ്പോൾ വൈഫിൻ്റെ ഒരു വിചാരം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഇതൊക്കെ വളരെ കാഷ്വലായിട്ട് വളരെ നോർമലായിട്ട് ചെയ്യുന്ന പോലെ എന്തോ ഒരു കാര്യം ചെയ്തു വന്നിരിക്കുന്ന പോലെയാണ് എന്നുള്ള രീതിക്കാണ്. പക്ഷെ എന്തുമാത്രം പെയിൻ ഹസ്ബൻഡിന് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാകുക എന്ന് അദ്ദേഹം അത് ഷെയർ ചെയ്യുന്നുമില്ല, വൈഫിന് അതൊട്ട് മനസ്സിലാവുന്നുമില്ല. സോ ഒരു സർക്കാസം പോലെ അദ്ദേഹം പറയാണ്, ഐ ഷുഡ് ലാഫ് നൗ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിരിച്ച ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ചിരി ഞാനിപ്പോൾ ചിരിക്കണം. ഗോഡ് ഐ ആം കേഴ്സ്ഡ്. ഞാൻ ഒരു കേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ എന്ന് ഈ ഹസ്ബൻഡ് പറയുകയാണ്. ഐ ക്യാൻ റിപ്പീറ്റ് ദ വെരി വേർഡ്സ് യു ആർ സെയിങ്. സോ ഈ വൈഫ് തിരിച്ച് പറയാണ്, നിങ്ങൾ അന്ന് പറഞ്ഞ ആ സെയിം വേർഡ് ഐ ക്യാൻ റിപ്പീറ്റ് ടു യു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 3 foggy mornings and 1 rainy day will rot the best birch fence a man can build. അപ്പോൾ അന്ന് അവിടെ വന്നിരുന്നിട്ട് ഈ ഹസ്ബൻഡ് പറയുന്ന കാര്യം ഇതാണ്. ആ പറയുന്ന കാര്യം ഈ വൈഫ് തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു 3 മോർണിംഗ്സിലും ഒരു 3 ഫോഗി മോർണിംഗ്സും ഒരു റെയിനി ഡേയും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ ഫെൻസ് അത് ഇറ്റ് കുഡ് റോട്ട്, അത് നശിച്ചു പോകാമെന്നാണ് ഈ ഹസ്ബൻഡ് പറയുന്നത്. മേ ബി വാട്ട് ഹി ആക്ച്വലി മീൻസ് ഇസ് മനുഷ്യർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നേച്ചറിൻ്റേതായിട്ടുള്ളൊരു വേ ഉണ്ട്. നേച്ചർ കുഡ് ഡിസ്ട്രോയ് തിങ്സ് അല്ലേ. ആ ഒരു ഡെപ്ത് എന്നുള്ളത് അതേപോലെ സംസാരിക്കാത്ത അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ, അദ്ദേഹത്തിന് ഒരു ഫാമിങ്ങിൻ്റെ ഭാഷയായിരിക്കും അദ്ദേഹത്തിന് അറിയാവുന്ന ആ ഒരു ഫാമിങ്ങിൻ്റെ ഭാഷയിലായിരിക്കും അദ്ദേഹം അതിനെ അക്നോളജ് ചെയ്യുന്നത്. ഓക്കെ, അതായിരിക്കും അദ്ദേഹം പറയുന്നത്. 3 foggy mornings and 1 rainy day will rot the best birch fence a man can build എന്ന്. സോ ബട്ട് വൈഫ് ഇസ് ടേക്കിംഗ് ഇറ്റ് ആ ഒരു കാര്യം ലിറ്ററലി, ആ വേർഡ് എങ്ങനെയാണോ അദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം ലിറ്ററലി തന്നെയാണ് വൈഫ് അത് മനസ്സിലാക്കുന്നത്. തിങ്ക് ഓഫ് ഇറ്റ്, ടോക്ക് ലൈക്ക് ദാറ്റ് അറ്റ് സച്ച് എ ടൈം. ഇങ്ങനൊരു സമയത്ത് എങ്ങനെ ഈ ബേർഡ്സിനെ കുറിച്ചും ഫെൻസിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നാണ് വൈഫ് ചോദിക്കുന്നത്. How long it takes a birch to rot to do with what was in the darkened parlor. So അവിടെ ആ ഒരു വീട്ടിൽ സംഭവിച്ച ആ ഒരു കാര്യവും ഈ ഒരു ബെർച്ചിൻ്റെ റോട്ടിങ്ങും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഹൗ ഡസ് ഇറ്റ് മാറ്റർ? എങ്ങനെയാണിത് മാറ്റർ ചെയ്യുന്നതെന്നാണ് വൈഫ് ചോദിക്കുന്നത്. യു ഡിൻ കെയർ അറ്റ് ഓൾ. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒട്ടും ബോധേഡല്ല, നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും കെയറും ചെയ്യുന്നില്ലെന്നാണ് വൈഫ് പറയുന്നത്. The nearest friends can go with anyone to death. Come so far short, they might as well not try to go at all. No, from the time when one is sick to death, one is alone and he dies more alone. So നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ നിയറസ്റ്റ് വൺസ് അല്ലെങ്കിൽ നിയറസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ നമ്മളെ ഡെത്ത് വരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഫ്രം ദ ടൈം വൺ ഈസ് സിക്ക്, ഒരാൾ സിക്കാവുന്ന സമയത്ത് തൊട്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ്. പിന്നീട് അദ്ദേഹം മരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒറ്റയ്ക്കായിരിക്കുമെന്നാണ് ഈ വൈഫ് പറയുന്നത്. ഫ്രണ്ട്സ് മേക്ക് പ്രിറ്റൻസ് ഓഫ് ഫോളോയിങ് ടു ദ ഗ്രേവ്, ബട്ട് ബിഫോർ വൺ ഈസ് ഇൻ ഇറ്റ് ദെയർ മൈൻഡ്സ് ആർ ടേൺഡ് ആൻഡ് മേക്കിംഗ് ദെയർ ബെസ്റ്റ് ഓഫ് ദെയർ വേ ബാക്ക് ടു ലൈഫ് ആൻഡ് ലിവിങ് പീപ്പിൾ ആൻഡ് തിങ്സ് ദേ അണ്ടർസ്റ്റാൻഡ്, ബട്ട് ദ വേൾഡ്സ് ഈവിൽ. ഐ വോണ്ട് ഹാവ് ഗ്രേവ്, സോ ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ്, ഓ ഐ വോണ്ട്. സോ ഷീസ് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വി വുഡ് ഗ്രീവ് ഫോർ സം ടൈം. നമ്മൾ കുറച്ച് നാളത്തേക്ക് ആ ഒരു ഗ്രീഫ് നമുക്കുണ്ടാവും. വി വുഡ് ക്രൈ ഫോർ സം ഡേയ്സ്. നമ്മൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ കരയും. അത് കഴിഞ്ഞ് വിൽ സ്ലോലി ഗോ ബാക്ക് ടു അവർ നോർമൽ ലൈഫ്. അതാണ് വൈഫ് ഇവിടെ പറയുന്നത്. എല്ലാവരും പറയും നമ്മൾ ഗ്രേവ് കഴിഞ്ഞിട്ടും ഒക്കെ
ഫോളോ ചെയ്യും എന്നൊക്കെ പറയെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് മാറും. വി ആർ ബാക്ക് ടു ലൈഫ്. നമ്മളെല്ലാവരും തിരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലേക്ക് തിരിച്ചെത്തും. നമ്മൾ പിന്നെ നമുക്ക് ചുറ്റുമുള്ളത് ലിവിങ്, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ലിവിങ് പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, അങ്ങനെയാണ് ഈ ലോകം. ദാറ്റ്സ് ഹൗ ദ വേൾഡ് വർക്ക്സ് ആൻഡ് ദാറ്റ് വേൾഡ് ഈസ് എ ഈവിൾ എന്നാണ് വൈഫ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു വേൾഡ് വർക്ക് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് എ ഈവിൾ പ്രോസസ് എന്നാണ് പറയുന്നത്. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ഗ്രീഫ്. എനിക്ക് ആ ഒരു ഗ്രീഫ്, ഐ വോണ്ട് ഹാവ് ദാറ്റ് ഗ്രീഫ് ഈവൻ ഇഫ് ഐ ക്യാൻ ചേഞ്ച് ഇറ്റ്. എനിക്ക് ഈ ഒരു ഗ്രീഫ്, എനിക്കിത് മാറ്റി ഈ എൻ്റെ മകനെക്കുറിച്ച് ഇത് മൂവ് ഓൺ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് ആഗ്രഹിച്ചാലും ഐ ഡോണ്ട് നീഡ് ദാറ്റ് എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ഹാവ് സച്ച് ഗ്രീഫ്. എനിക്ക് ആ ഒരു ഗ്രീഫ് എൻ്റെ ലൈഫിൽ വേണ്ട. എൻ്റെ മകനെ മറന്നിട്ട് അല്ലെങ്കിൽ തിരിച്ചൊരു നോർമൽ ഒരു ഇതിലേക്കുള്ള ഒരു രീതിയിലുള്ള ഒരു ഗ്രീഫ് എനിക്ക് വേണ്ട എന്നാണ് വൈഫ് പറയുന്നത്. ഓക്കെ, സോ ദ ഹസ്ബൻഡ് തിരിച്ചു പറയാണ്, ദർ യു ഹാവ് സെഡ് ഇറ്റ് ഓൾ ആൻഡ് യു ഫീൽ ബെറ്റർ. യു വോണ്ട് ഗോ നൗ, യു ആർ ക്രൈയിങ്. Close the door, the heart's gone out of it, and why keep it up? Amy, there is someone coming down the road. So, അപ്പോൾ ലൈക്ക് ഹസ്ബൻഡ് ഈസ് നൗ ലൈക്ക് ഓക്കെ, നീ നിൻ്റെ മനസ്സിലുള്ള എല്ലാം പറഞ്ഞു തീർത്തു. ഓക്കെ, യു മൈറ്റ് ബി ഫീലിംഗ് ബെറ്റർ നൗ. നിനക്കിപ്പോൾ നല്ല എല്ലാം ലൈക്ക് യു വിൽ ബി ഫീലിംഗ് ബെറ്റർ അറ്റ് ഹാർട്ട്, അല്ലെങ്കിൽ യു വിൽ ബി ഫീലിംഗ് പീസ് അറ്റ് ഹാർട്ട് and you are crying, so you should close the door and you should stay here. നീ ഇനിയിപ്പോൾ അതെല്ലാം നിൻ്റെ മനസ്സിൽ നിന്ന് പോയി, ഇനി അതൊന്നും നീ ഓർക്കണ്ട, യു ഷുഡ് സ്റ്റേ ഹിയർ എന്നാണ് വൈഫ് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ടെല്ലിങ് ലൈക്ക് സമൺ ഈസ് കമ്മിങ്, ആരോ പുറത്ത് വരുന്നുണ്ട് എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞ് നിർത്തുന്നത്. യു തിങ്ക് ദ ടോക്ക് ഇസ് ഓൾ, ഐ മസ്റ്റ് ഗോ സംവർ ഔട്ട് ഓഫ് ദിസ് ഹൗസ്, ഹൗ ക്യാൻ ഐ മേക്ക് യു? ലൈക്ക് ഹസ്ബൻഡ് ലൈക്ക് അപ്പം ഇത്ര സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വിഷമവും തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ലൈക്ക് എനിക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകണം, ഞാൻ ഇതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് ലൈക്ക് ഹൗ ക്യാൻ ഐ മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഫീലിംഗ്, ലൈക്ക് വാട്ട് ഐ എം ഗോയിങ് ത്രൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇഫ് യു ഡു, ഷി വാസ് ഓപ്പണിംഗ് ദ ഡോർ വൈഡർ. Where do you mean to go? First tell me that. I will follow and bring you back by force. I will. സോ അവൾ ലൈക്ക് വൈഫ് ഡോറ് തുറന്ന് പോവാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ലൈക്ക് ഹസ്ബൻഡ് ചോദിക്കുക, നീ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്, എന്നോട് പറ. ലൈക്ക് എവിടെ പോയാലും ഐ വിൽ ബ്രിങ് യു ബാക്ക് ബൈ ഫോഴ്സ്, ഞാൻ നിന്നെ തിരിച്ച് കൊണ്ടുവന്നിരിക്കും എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. ലൈക്ക് കൈൻഡ് ഓഫ് ഒരു അബ്രപ്റ്റ് എൻഡിങ് ആണ്. അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഇങ്ങനെ പോകുന്നു. വൈഫ് പോയോ, ഹസ്ബൻഡ് ലൈക്ക് വൈഫ് അങ്ങനെ പോയോ, അതോ ഹസ്ബൻഡ് തിരിച്ചു കൊണ്ടുവന്നോ എന്നുള്ളൊരു കാര്യത്തിനൊന്നും ഒരു ക്ലാരിറ്റിയും വരുന്നില്ല. അങ്ങനെയാണ് ആ പോയം അവിടെ എൻഡ് ചെയ്യുന്നത്. ശരിക്കും ആ വൈഫ് ഹസ്ബൻഡിന് ചിലപ്പം വേണ്ടതെന്ന് പറയുന്നത് ആ ഒരു വൈഫിൻ്റെ പ്രസൻസ് ആയിരിക്കാം അവിടെ. അതുകൊണ്ടായിരിക്കാം ലൈക്ക് ഹീ ഈസ് ആസ്കിങ് ഹെർ ലൈക്ക് ആ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു രീതി വെച്ച് ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ആൾക്ക് അറിയുന്നതേ ആയിരിക്കില്ല. ഒരു ഫാർമറാണ്, ഒരു മാച്ചോ കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ ഒരു മാൻലി കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്ത അങ്ങനെ വളർന്നു വന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ബട്ട് ഹി വാണ്ട്സ് ഹെർ. ഈ ഒരു സമയത്ത് ഹസ്ബൻഡിന് ആ വൈഫിൻ്റെ പ്രസൻസ് വേണമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഹസ്ബൻഡ് ഇങ്ങനെ പെരുമാറുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഈ ആമി ആരാണ്? അമീൻ വൈഫിൻ്റെ പേരാണ് എമി എന്നാണോ അമി എന്നാണോ, ലൈക്ക് വൈഫിനെ വിളിക്കുന്നതാണ്. അത് പറയുന്നില്ലേ എവിടേക്ക്, ലൈക്ക് എമി ഡോണ്ട് ഗോ ടു സമ്മൺ എൽസ് ദിസ് ടൈം, ലൈക്ക് ഡോണ്ട് ഗോ, ഈ ഒരു സമയത്ത് പോകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എമി ഷുഡ് ബി വൈഫ്സ് നെയിം, വൈഫിൻ്റെ ഒരു പേരാവാനാണ് സാധ്യത അല്ലേ. എമി ഡോണ്ട് ഗോ ടു സമ്മൺ എൽസ് ദിസ് ടൈം. അല്ലാതെ എമിക്ക് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് എ ഡ്രമാറ്റിക് ലിറിക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രമാറ്റിക് ലിറിക്കാണ്. ഇറ്റ് പ്രസൻസ് എ കണ്ടിന്യൂസ് സീൻ ആൻഡ് എംപ്ലോയ്സ് പ്രൈമർലി എ ഡയലോഗ് റാദർ ദാൻ എ നറേറ്റീവ് ഓർ എ ഡിസ്ക്രിപ്ഷൻ. അപ്പം നമ്മളിപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുമ്പം ഒരാൾ, അല്ലെങ്കിൽ ഡ്രമാറ്റിക് ഡയലോഗ് എന്ന് പറയാം, ഒരാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് ഒരാൾ തന്നെ സംസാരിക്കുന്നതാണ് ഡ്രമാറ്റിക് മോണോലോഗ്. നമ്മുടെ ഡ്രമാറ്റിക് മോണോലോഗ് കൂടുതലും എഴുതുന്ന പോയറ്റ് റോബർട്ട് ബ്രൗണിങ്.
ഇത് ഒരു ഡ്രമാറ്റിക് ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ലിറിക് എന്ന് പറയാം. ആൻഡ് ഇറ്റ്സ് ഡ്രമാറ്റിക് ഇൻ ദ സബ്ജക്റ്റ് മാറ്ററിലും ഇതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു പോയമാണ്. ഒരു ശരിക്കും നമ്മളൊരു നാടകത്തിൻ്റെ ഒരു സീൻ കാണുന്ന പോലെ ഒരു ഹൈലി ഇമോഷണൽ അല്ലെങ്കിൽ ഹൈലി ടെൻസ് ആയിട്ടുള്ള ഒരു സീനാണിത്, ഈ ഒരു സീൻ എന്ന് പറയുന്നത്. ദെൻ ഹോം ബറിയൽ ഈസ് വൺ ഓഫ് ദ ഫ്രോസ്റ്റേഴ്സ് മോസ്റ്റ് ഓവർട്ട്ലി സാഡ് പോയംസ്. ദർ ആർ അറ്റ്ലീസ്റ്റ് 2 ട്രാജഡീസ് ഹിയർ. ഇവിടെ ഒരു 2 ട്രാജഡിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് ഡെത്ത് ഓഫ് ദ ചൈൽഡ്, ആ നെയിമും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഹോം ബറിയൽ എന്ന് പറയുമ്പം കുട്ടിയുടെ ബറിയൽ എന്നുള്ള ഒരു രീതിക്കും, അതേപോലെ തന്നെ ആ ഒരു മാരേജിൻ്റെ കൊളാപ്സും, അതിന് അങ്ങനെ 2 സിഗ്നിഫിക്കൻസ്. ആ ഒരു ഹോമിൻ്റെ തന്നെ, ആ കുട്ടി മരിച്ചോട് തന്നെ ആ ഒരു ഹോം തന്നെ ഇല്ലാണ്ടായി എന്നുള്ള ഒരു രീതിക്കാണ് ഹോം ബറിയൽ എന്നുള്ള ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസും വരുന്നത്. So 2 tragedies here, the death of a child which antecedes the poem and the collapse of a marriage which the poem foreshadows. Then home burial is about grief and grieving. അത് 2 രീതിയിലുള്ള ഗ്രീഫ്. ലൈക്ക് നമുക്ക് അതിൽ വൈഫിൻ്റെ ഗ്രീഫ് എന്ന് പറയുന്നത് ഷീ ഈസ് ഓവേർട്ട്ലി എക്സ്പ്രസിങ്, ലൈക്ക് വളരെ ഇതായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു രീതിക്കും അവരെ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യാനോ അതിൽ നിന്ന് ഒരു രീതിക്കും മൂവ് ഓൺ ചെയ്യാനോ വൈഫിന് സാധിക്കുന്നില്ല. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് ലൈക്ക് ഹസ്ബൻഡ് ഈസ് ലൈക്ക് നോട്ട് അറ്റ് ഓൾ എക്സ്പ്രസിങ് എനിത്തിങ്, ഒന്നും തന്നെ ഹസ്ബൻഡ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ആൻഡ് ഹീ ഈസ് ഡൂയിങ് ഹിസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗ്രീഫ് ഒരു രീതിയിലും അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ദിസ് പോയം ഫസ്റ്റ് അപ്പിയർഡ് ഇൻ ദ നോർത്ത് ഓഫ് ബോസ്റ്റൺ ഇൻ 1940. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് ലിങ്ക്സും കൂടെ ആഡ് ചെയ്യാം, 2-3 ക്ലാസ്സുകളുടെയും കൂടെ, ഫോർ യു ടു ചെക്ക്. കോഴ്സ് സീറോയുടെ ഒക്കെ ഒരു 1-2 ലിങ്ക് ഞാൻ ആഡ് ചെയ്യാം.